ഏഷ്യൻ കളിമുറ്റത്ത് വീണ്ടും ഒരു സുവർണ അധ്യായം കുറിക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കച്ചമുറുക്കുമ്പോൾ കായിക ലോകം ഉറ്റുനോക്കുന്നത് ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിലേക്കാണ്. കഴിഞ്ഞ തവണ ചൈനയിലെ ഹാങ്ഷോയിൽ ഋതുരാജ് ഗെയ്ക്വാദിന്റെ നായകത്വത്തിൽ ഇന്ത്യൻ യുവനിര സ്വന്തമാക്കിയ സ്വർണ്ണ മെഡൽ കാത്തുസൂക്ഷിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ് ഇത്തവണ ഇന്ത്യയുടെ മുന്നിലുള്ളത്. എന്നാൽ കഴിഞ്ഞ എഡിഷനിൽ ഒരർത്ഥത്തിൽ രണ്ടാം നിര ടീമിനെയാണ് ഏഷ്യൻ ഗെയിംസിനായി BCCI അയച്ചിരുന്നതെങ്കിൽ ഇത്തവണ ചിത്രം തികച്ചും വ്യത്യസ്തമാണ്. രാജ്യാന്തര ക്രിക്കറ്റിലെ തങ്ങളുടെ ഒന്നാം നിര സൂപ്പർ താരങ്ങളെ ഉൾപ്പെടുത്തി ഏറ്റവും വിനാശകാരിയായ ഒരു സ്ക്വാഡുമായാണ് ഇന്ത്യ ജപ്പാനിലേക്ക് വണ്ടി കയറുന്നത്. മലയാളി സൂപ്പർ താരം സഞ്ജു ഉൾപ്പെടെയുള്ള വമ്പൻ താരങ്ങളുടെ സാന്നിധ്യവും ഗൗതം ഗംഭീർ എന്ന തന്ത്രശാലിയായ പരിശീലകന്റെ ഗെയിം പ്ലാനുകളും ഈ ടൂർണമെന്റിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഏറെ സവിശേഷമാക്കുന്നു. ഒളിമ്പിക്സ് മാതൃകയിലുള്ള മൾട്ടി സ്പോർട്സ് ഇവന്റുകളിൽ ക്രിക്കറ്റിനെ ഉൾപ്പെടുത്തുന്നത് സമീപകാലത്ത് കായിക രംഗത്തുണ്ടായ വലിയൊരു മാറ്റമാണ്. വിശ്വകായിക മേളകളിലേക്ക് ക്രിക്കറ്റ് ചുവട് വെക്കുമ്പോൾ ഏഷ്യൻ വൻകരയിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു നിർത്തുക എന്നത് ഇന്ത്യയുടെ അന്തസ്സിന്റെ പ്രശ്നമാണ്. കഴിഞ്ഞ തവണ തകർപ്പൻ പ്രകടനത്തോടെയാണ് ഇന്ത്യ സ്വർണം നേടിയത്. ചാമ്പ്യന്മാർ എന്ന ലേബലിൽ കളിക്കാനിറങ്ങുമ്പോൾ സമ്മർദ്ദം ഇരട്ടിയാണ്. ICC ടൂർണമെന്റുകൾക്ക് നൽകുന്ന അതേ പ്രാധാന്യത്തോടെയാണ് ഇന്ത്യ ഇത്തവണ ഏഷ്യൻ ഗെയിംസിനെയും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജസ്പ്രീത് ബുംറ, ശ്രേയസ് അയ്യർ, സഞ്ജു സാംസൺ, അക്ഷർ പട്ടേൽ തുടങ്ങിയ സീനിയർ T20 ലോകകപ്പ് താരങ്ങളെ ടീമിലേക്ക് തിരിച്ചു വിളിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ പ്ലേയിങ് 11 തിരഞ്ഞെടുക്കുമ്പോൾ കോച്ചിംഗ് സ്റ്റാഫിനെ ഏറ്റവും കൂടുതൽ അലട്ടുക ഓപ്പണിംഗ് ജോഡികളെ നിശ്ചയിക്കുന്ന കാര്യത്തിലായിരിക്കും. നിലവിൽ 3 അസാധ്യ ഫോമിലുള്ള താരങ്ങളാണ് ഈ 2 സ്ഥാനങ്ങൾക്കായി അണിനിരക്കുന്നത്. T20 ക്രിക്കറ്റിലെ നമ്പറുകളിലും സ്ട്രൈക്ക് റേറ്റിലും മുന്നിൽ നിൽക്കുന്ന അഭിഷേക് ശർമ്മ, മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ നെഞ്ചിടിപ്പായ സഞ്ജു, ആഭ്യന്തര ക്രിക്കറ്റിലെ കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശി എന്നിവരാണവർ. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ജുവിന് 11 സ്ഥാനം ഉറപ്പാണെന്ന് മാത്രമല്ല, അദ്ദേഹം ടീമിന്റെ പ്രധാന തൂണുകളിൽ ഒന്നുമാണ്. കഴിഞ്ഞ ICC T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പദവി അലങ്കരിച്ചതോടെ ഏത് സമ്മർദ്ദഘട്ടത്തിലും ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് സഞ്ജു തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിനെ പോലൊരു മാച്ച് വിന്നറെ ബെഞ്ചിലിരുത്താൻ കോച്ച് ഗൗതം ഗംഭീർ ഒരിക്കലും തയ്യാറാകില്ല. കഴിഞ്ഞ ലോകകപ്പിന്റെ പ്രാരംഭഘട്ടത്തിൽ 2 ഇടംകൈയ്യൻ ഓപ്പണർമാരെ പരീക്ഷിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രം അമ്പെ പരാജയപ്പെട്ടിരുന്നു. പവർ പ്ലേ ഓവറുകളിൽ വിപരീത ശൈലിയിലുള്ള ബൗളർമാർ വരുമ്പോൾ ഈ 2 ഇടംകൈയ്യന്മാർക്കും താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബാറ്റിംഗ് ലൈനപ്പിൽ വൈവിധ്യം കൊണ്ടുവരുന്നതിനായി സഞ്ജുവിനെ ഓപ്പണിംഗ് റോളിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഏഷ്യൻ ഗെയിംസിലും ഗംഭീർ ഇതേ ഗെയിം പ്ലാൻ പിന്തുടരാനാണ് സാധ്യത. അതനുസരിച്ച് സഞ്ജുവിനൊപ്പം വിനാശകാരിയായ ഇടംകൈയ്യൻ ബാറ്റർ അഭിഷേക് ശർമ്മ ഓപ്പണറായി എത്തും. കൗമാര താരം വൈഭവ് സൂര്യവംശിയേക്കാൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ച പരിചയ സമ്പത്ത് അഭിഷേകിനുള്ളതിനാൽ ടൂർണമെന്റിന്റെ തുടക്കം മുതൽ ഇന്ത്യ ഈ സഖ്യത്തിന് തന്നെയാകും മുൻഗണന നൽകുക. ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത ഏത് തകർച്ചയിൽ നിന്നും ടീമിനെ കരകയറ്റാൻ ശേഷിയുള്ള വമ്പൻ സ്രാവുകൾ അടങ്ങിയ മധ്യനിരയാണ്. 3-ാം നമ്പറിലെ സ്ഥിര സാന്നിധ്യമായ ഇഷാൻ കിഷൻ മാറിക്കഴിഞ്ഞു. ലോകകപ്പിൽ 3-ാമനായി ഇറങ്ങി തിളങ്ങിയ ഇഷാൻ പിന്നീട് IPL സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി ഇതേ പൊസിഷനിൽ തകർപ്പൻ പ്രകടനങ്ങൾ ആവർത്തിച്ചിട്ടുമുണ്ട്. ഇന്നിംഗ്സിന് വേഗത കൂട്ടാനും സ്പിന്നർമാരെ ആദ്യ ഓവർ മുതൽ ആക്രമിക്കാനും ഇഷാന് പ്രത്യേക കഴിവാണ്. മധ്യനിരയുടെ നട്ടെല്ല് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആയിരിക്കും. അനുഭവ സമ്പത്തും കളി കൃത്യമായി റീഡ് ചെയ്യാനുള്ള കഴിവും അയ്യരെ ഈ 4-ാം നമ്പറിൽ അത്യന്താപേക്ഷിതമാക്കുന്നു. ഇന്നിംഗ്സ് ആങ്കർ ചെയ്യാനും ആവശ്യാനുസരണം ഗിയർ മാറ്റാനും അദ്ദേഹത്തിന് കഴിയും. യുവ ഇടംകൈയ്യൻ ഓൾറൗണ്ടറായ തിലക് വർമ്മയാണ് 5-ാമനായി എത്തുക. ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ എന്ന അധിക ചുമതല കൂടി ഇത്തവണ തിലകിനുണ്ട്. പാർട്ട് ടൈം ഓഫ് സ്പിൻ എറിയാനുള്ള കഴിവും തിലകിനെ 11-ൽ കൂടുതൽ പ്രിയങ്കരനാക്കുന്നു. ആധുനിക T20 ക്രിക്കറ്റിൽ ഒരു ടീമിന്റെ വിജയം നിർണ്ണയിക്കുന്നത് അവരുടെ ബാറ്റിംഗ് ആഴമാണ്. ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ സാധ്യത 11ന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വശം 6-ാം നമ്പർ മുതൽ 9-ാം നമ്പർ വരെ നീളുന്ന 4 ലോകോത്തര ഓൾറൗണ്ടർമാരുടെ സാന്നിധ്യമാണ്. ഇത് ടീമിന് നൽകുന്ന ഫ്ലെക്സിബിലിറ്റി ചെറുതല്ല. മീഡിയം പേസ് ഓൾറൗണ്ടറായ ശിവൻ ദുബെയാണ് 6-ാമൻ. സ്പിന്നർമാരെ സിക്സറുകളിലേക്ക് പറത്താൻ ദുബെയോളം കെൽപ്പുള്ള മറ്റൊരു താരം നിലവിൽ ഇന്ത്യൻ നിരയിലില്ല. മധ്യ ഓവറുകളിൽ റൺ റേറ്റ് ഉയർത്തേണ്ട ചുമതല ദുബൈക്കായിരിക്കും. 2 ലോകോത്തര സ്പിൻ ഓൾറൗണ്ടർമാരാണ് അക്ഷറും സുന്ദറും. ഇടംകൈയ്യൻ സ്പിന്നറായ അക്ഷർ പട്ടേൽ നിർണായക ഘട്ടങ്ങളിൽ വിക്കറ്റ് വീഴ്ത്താനും ബാറ്റിംഗിൽ ഫിനിഷറുടെ റോളിൽ തിളങ്ങാനും മിടുക്കനാണ്. പവർ പ്ലേകളിൽ പോലും കൃത്യതയോടെ ബൗൾ ചെയ്യാനും സാധിക്കുന്ന വാഷിംഗ്ടൺ സുന്ദർ ടീമിന്റെ തന്ത്രപരമായ നീക്കങ്ങളുടെ പ്രധാന ഭാഗമായിരിക്കും. ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സിം ബൗളിംഗ് ഓൾറൗണ്ടർ സെൻസേഷനാണ് ഹർഷിത് റാണ. വാലറ്റത്തിന് വമ്പൻ അടികൾ അടിക്കാനുള്ള ശേഷിയും 140+ വേഗതയിൽ പന്തെറിയാനുള്ള കഴിവും റാണയെ 9-ാം നമ്പറിൽ ഇന്ത്യയുടെ വിശ്വസ്തനാക്കുന്നു. ഇതോടെ 9-ാം നമ്പറിലും ഇന്ത്യക്ക് മികച്ചൊരു ബാറ്ററെ ലഭിക്കുന്നു. ബാറ്റിംഗിലെ ഈ വമ്പനാഴത്തിന് പുറമെ ബൗളിംഗിലും എതിരാളികളുടെ ഉറക്കം കെടുത്താൻ പോകുന്ന 2 പേരാണ് അവസാനക്കാരായി 11-ലുള്ളത്.
തന്റെ വിരൽത്തുമ്പിലെ മാന്ത്രികത കൊണ്ട് ബാറ്റർമാരെ കബളിപ്പിക്കുന്ന വരുൺ ചക്രവർത്തി മിഡ് ഓവറുകളിൽ റൺസ് വിട്ടുകൊടുക്കാതെ വിക്കറ്റുകൾ പിഴുതുമാറ്റാൻ കെൽപ്പുള്ളവനാണ്. ഏഷ്യൻ പിച്ചുകളിൽ വരുണിന്റെ പ്രകടനം ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകും. ലോകത്തിലെ ഏറ്റവും മികച്ച പേസറായ ജസ്പ്രീത് ബുംറയുടെ സാന്നിധ്യം മാത്രമായിരിക്കും എതിർ ടീമുകളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം. പവർ പ്ലേയിലെ തുടക്കത്തിലും ഡെത്ത് ഓവറുകളിലെ യോർക്കറുകളിലും ബുംറ വരുത്തുന്ന ഇമ്പാക്ട് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡലിലേക്ക് ദൂരം കുറയ്ക്കും. ബാറ്റിംഗ് ലൈനപ്പിൽ കൃത്യമായ ഇടവേളകളിൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വരുന്നത് എതിർ ബൗളർമാരുടെ ലൈനും ലെങ്ത്തും തകർക്കാൻ സഹായിക്കും. 9ാം നമ്പർ വരെ ബാറ്റ് ചെയ്യാൻ ആളുള്ളതിനാൽ മുൻനിരക്കാർക്ക് ഭയമില്ലാതെ ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിക്കാം. ബുംറയും അക്ഷറും വരുണും അടങ്ങുന്ന ബൗളിംഗ് നിര ഏത് വമ്പൻ ബാറ്റിംഗ് നിരയും ചെറിയ സ്കോറിൽ ഒതുക്കാൻ പോകുന്നതാണ്. ജപ്പാനിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടുകളും അവിടുത്തെ പിച്ചുകളുടെ സ്വഭാവവും ഇന്ത്യൻ താരങ്ങൾക്ക് അത്ര പരിചയമുള്ളതായിരിക്കില്ല. മന്ദഗതിയിലുള്ള പിച്ചുകളാണെങ്കിൽ ബാറ്റിംഗിൽ കൂടുതൽ ക്ഷമ കാണിക്കേണ്ടി വരും. സ്വർണ്ണ മെഡലിൽ കുറഞ്ഞതൊന്നും ഇന്ത്യൻ ആരാധകർ ഇത്തവണ പ്രതീക്ഷിക്കുന്നുമില്ല. ഈ അമിത സമ്മർദ്ദം കളിക്കാരെ ബാധിക്കാതെ നോക്കേണ്ടതുണ്ട്. ഗൗതം ഗംഭീറിന്റെ കോച്ചിംഗ് തന്ത്രങ്ങളും ശ്രേയസ് അയ്യറിന്റെ നേതൃത്വ പാഠവും ഒത്തുചേരുമ്പോൾ ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ വ്യക്തമായ മുൻതൂക്കമുള്ള ഫേവറിറ്റുകളാണ്. T20 ലോകകപ്പിലെ വിസ്മയ പ്രകടനത്തിന് ശേഷം സഞ്ജു എന്ന മലയാളി താരം ഓപ്പണിംഗ് റോളിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പാടുകെട്ടുമ്പോൾ അത് ഇന്ത്യൻ ഇന്നിംഗ്സിന് വലിയൊരു സ്ഥിരത നൽകും. 9ാം നമ്പർ വരെ നീളുന്ന ബാറ്റിംഗ് കരുത്തും ബുംറ നയിക്കുന്ന ബൗളിംഗ് പടയും ചേരുമ്പോൾ ജപ്പാനിൽ ഇന്ത്യൻ ദേശീയ ഗീതം മുഴങ്ങാനും ക്രിക്കറ്റിലെ തുടർച്ചയായ 2ാം ഏഷ്യൻ ഗെയിംസ് സ്വർണം ഇന്ത്യയുടെ മണ്ണിൽ എത്തിക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് തന്നെ പ്രത്യാശിക്കാം.